ുള്ള പ്രതിനിധികൾ ആദ്യം വിനോദിലേക്ക് തന്നെ. വിനോദ്, ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ചത് ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. എല്ലാ ജീവനക്കാരും ജോലിക്ക് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4800-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ എത്തിയത് ആകെ 32 പേർ. ഇന്ന് ആദ്യം എന്താണ് അവിടുത്തെ, ഇപ്പോൾ 10 മണി കഴിഞ്ഞുവല്ലോ, ജീവനക്കാരൊക്കെ വരേണ്ട സമയവും കഴിഞ്ഞു. സർക്കാരിൻ്റെ ഉത്തരവ് ജീവനക്കാർ പാലിക്കുന്നുണ്ടോ? എന്താണ് അവിടെ കാണാവുന്നത്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് ഡയസ് നോൺ ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്കെത്തണമെന്ന കോടതിയുടെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ വ്യാപാരികൾ കട തുറക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയുടെ നിർദ്ദേശം വന്നു. പക്ഷേ ഇതൊന്നും സാധ്യമാകുന്നില്ല. ആദ്യ ദിവസം എങ്ങനെയായിരുന്നോ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ കുറച്ച് വാഹനങ്ങൾ കൂടുതലായി നിരത്തിലെത്തി, സ്വകാര്യ വാഹനങ്ങൾ എത്തി എന്നത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നിൽക്കുന്നത്. വളരെ കുറച്ച്, അതായത് 10-ൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഇതിനകം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പോയിട്ടുള്ളത്. മറ്റ് ജീവനക്കാരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അതോടൊപ്പം കടകൾ തുറക്കുന്നത് നമ്മൾ നേരത്തെ ചാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. 9 മണിയോടുകൂടി 95% കടകളും തുറക്കുന്ന ഒരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിപണിയാണ് ചാല മാർക്കറ്റ്. അവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. ചുരുക്കം ചില പൂക്കടകളും മെഡിക്കൽ സ്റ്റോറുകളും ഒഴികെ മറ്റൊരു വ്യാപാര സ്ഥാപനങ്ങളും ചാലയിൽ തുറന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ CITU നേതാവും രാജ്യസഭാ അംഗവുമായ ഇളമരം കരീമിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏകപക്ഷീയമായ കോടതി വിധിയെന്നാണ്. കോടതി വിധിക്കെതിരെ ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ സമരം നടത്തുന്ന എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായി തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തും. അതിനുള്ള തീയതി നിശ്ചയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും പണി മുടക്കാനുള്ള അവകാശമുണ്ട്. സർക്കാരിൻ്റെ കാര്യങ്ങൾ മുടങ്ങരുതെന്ന് കോടതി നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എല്ലാ വിഭാഗത്തിനും അർഹതയും അവകാശവുമുണ്ട്. അതുകൊണ്ട് അവർ സമരം ചെയ്യരുത്, പണി മുടക്കരുത് എന്ന് പറയുന്ന കോടതി വിധി ഏകപക്ഷീയമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അവസ്ഥ സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രമാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇന്നലെ എല്ലാ ജീവനക്കാരും ജോലിക്കെത്തണമെന്നുള്ള ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് താൽക്കാലിക ജീവനക്കാർ ജോലിക്ക് എത്തിയിട്ടില്ലെങ്കിൽ പിരിച്ചുവിടുമെന്നുള്ള ഉത്തരവുണ്ടായത്. അതേപോലെ തന്നെ ഡയസ് നോൺ അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അവിടെ പോലും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. സർക്കാരിൻ്റെ പേരിനുള്ള ഒരു ഡയസ് നോൺ, അങ്ങനെ അതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ കൂടി സമരത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടുകൂടിയാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനങ്ങാപ്പാറ നയത്തിൽ പോയിട്ടുള്ളത് നമുക്കറിയാം. വി അരുൺ